ഹലോ ഗൈസ്, അടിക്കാനും അടിച്ച് പൊളിക്കാനും ശ്രീസാരഥി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന ഗെയിമിന്റെ പേരാണ് ഗ്രാനി ഫോർ ദ റിബില്യൻ. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തോക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ഇതിൻ്റെ എന്ത് വന്നു കളിച്ചു നോക്കാം. ഇതിനകത്ത് പക്ഷെ വലിയ വീടാന്ന് എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് എത്ര പേര്? 4 പേര്. ഫസ്റ്റ് നമ്മൾ കാറിൽ പോയിട്ട് കാറിൽ എങ്ങോട്ടാ പോകുന്നത്? സെൻട്രിൽ നിൽക്കുന്നത്. ഇപ്പം പണിയാ എല്ലാവരും കൂടെ നമ്മൾ അടിച്ചുകൊള്ളുള്ള പരിപാടി. ഇതെന്തോ ഡോർ ഇരിക്കുന്നുണ്ടോ? തുറന്നിരുന്നു മരം കൊടുത്തിട്ടില്ല. അതാന്ന് തോന്നുന്നു കേട്ടോ വീട്. വണ്ടിക്ക് ഒരു ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇറക്കി അങ്ങ് ഇടുക നമ്മൾ തുറക്കുന്നുണ്ട്. നീ മേടിച്ചേ? ചേട്ടൻ മേടിച്ചായിട്ട്? ഞാൻ മേടിച്ചില്ല. ഫസ്റ്റ് തന്നെ കിട്ടുമെന്ന് അറിയായിരുന്നു. ഡേ 1 നമ്മള് പഴയ പോലെ ഇവിടുന്ന് കിടന്നിട്ട് അല്ലേ? കട്ടിയിലുണ്ടാടാ? കട്ടിയിൽ പോലും ഇല്ല. നോക്കി ഡോറ് പറ. ലോക്കിടും. ഇപ്പൊ കീ കാണണമായിരിക്കും. തപ്പ എനിക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ കാണണമെന്ന്. കീ ആയിരിക്കും ഇവിടെ. ഇതിൻ്റെ ബെഞ്ചിൻ്റെ മേലെ കാണാൻ. ഇതിൻ്റെ അകത്തുണ്ടോ? ഇത് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലേ. പിന്നെന്തിനാ? പിന്നെ മേലെ കാണാൻ എടുത്ത് വെച്ചേക്കും. പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ സ്ക്രൂ ഡ്രൈവർ വേണമായിരിക്കും. ഇത് തുറക്കുന്നു. അപ്പം 5 കീ കിട്ടുമായിരിക്കും. ഇത് എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? ഇനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാന്? അല്ല ഇത് ഇനി അതായിരിക്കും. ഞാൻ പറയാൻ വന്ന് ഇനി വന്ന് തുറക്കുമ്പോഴേ നമുക്ക് ജയിക്കാം. അമ്മച്ചി ഈ സാധനത്തിന് ഓഫ് ചെയ്തിട്ടാ മതിയായിരുന്നു. അതിന്റെ കീഴിലെങ്ങാനും കയറിയിരിക്കുക. ഓൾഡ് കീ പേരുള്ള എന്തിനെങ്കിലും ആവശ്യം വരും. ഓൾഡ് കീനി മേലോട്ട് പോയി നോക്കാം. ഇവിടുന്ന് അമ്മച്ചില്ല കയങ്ങാൻ വന്നു. എൻ്റെ പേര് തോന്നുന്നു ചുണ്ടലിയുടെ റൂം. നേരെ അവൻ്റെ പേര് നെസ്പിറാറ്റോ. ഇവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അല്ല കാണുമെന്ന്. മുയലിൻ്റെ പല്ലും കൊണ്ട് കിടക്കുന്നവനാണ്. പിന്നെ മേലെങ്ങാനും എടുത്ത് വയ്ക്കും. പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഡോറ്. ഇവിടെ എന്തിനാ തുറക്കമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു വെള്ള സാധനം ഇവിടെ ഒന്നുമില്ല. ഇതിനെന്തൊരു ആവശ്യമുണ്ടല്ലോ. ആ സ്ക്രൂ ഡ്രൈവർ. ചെയിൻ കട്ടർ വേണമെന്ന് തോന്നുന്നു ഇതിൻ്റെ മേലെ ഉറക്കാൻ. എന്തൂടെ മറിച്ച് വയ്ക്കുന്നത്? എടുത്തിട്ട് മാറ്റാൻ തോന്നുന്നു നമുക്ക്. പെട്ടിയൊക്കെ ഇതിനകത്തൊക്കെ നോക്കാം. എത്ര ഷൂട്ട് ഇറ്റ്. ഐ തിങ്ക് ഇതെന്തുവാ? വാട്ട് ഈസ് ദിസ്? ഐ നീഡ് എ വൈൻഡ് അപ്പ് കീ. വൈൻഡ് അപ്പ് കീക്കകത്ത് എന്തൊരു കീ? എനിക്ക് നമ്മൾ അറക്കുന്ന സ്ഥലം. ഇതുള്ള ഗ്രാനി 1 ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും അണ്ടർഗ്രൗണ്ട് എന്ന്. ഇവിടെ ഹാമർ വേണം. ബാമർ നീ കാണിച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോവാം. ഇവിടെ എന്താ ജയില്? എന്താ സാധനം? ഇവിടെ വലിയ വീടാണോ? അതെ. എന്തേലും അതിൻ്റെ അകത്ത് ഇരിക്കുന്നു. ഇതിൻ്റെ അകത്ത് 2 എസ്കേപ്പാണ് ഉള്ളതെന്ന് തോന്നുന്നു. കാർ എസ്കേപ്പും അതെൻ്റെ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. കാറും പിന്നെ എന്തോ അണ്ടർഗ്രൗണ്ട്. എനിക്കൊന്ന് വൈൻഡ് അപ്പ് കീ വെച്ച് തുറക്കുമ്പോഴായിരിക്കും അണ്ടർഗ്രൗണ്ട് കിട്ടുന്നത്. ഇതിലേ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ തോന്നുന്നു. ഞാൻ ഇവിടുന്ന് വരുന്നു. കിളവൻ്റെ കാര്യം ഞാൻ വിചാരിച്ച നെസ്പിറാറ്റോ ഡേഞ്ചർ. പക്ഷെ ഇങ്ങനെ ഡേഞ്ചർ. കിളവനെ കൊണ്ട് ഇവ വീണ്ടും കീ കണ്ടുപിടിക്കേണ്ടി വരുമെന്ന് നമുക്ക് അമ്മക്കീൻ്റെ അടിയിലോട്ട് കയറി ഇരുന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആരെ വിളിക്കാം. എനിക്ക് ഒറ്റ പോക്കം പോവാം. എവിടെന്നെങ്കിലും ഒക്കെ ഓടി വന്നാലേ പറയാൻ പറ്റത്തില്ല. പിന്നെ കയറി വന്ന് നീ ഇവനെ കാണിച്ച് താരാടാ. ഇപ്പുറത്ത് വരുത്തേണ്ടി ഈ വെപ്പണൊന്ന് കിട്ടണമായിരുന്നു. കാണിച്ചു തരാം. ചുണ്ടലി അപ്പോടാ അങ്ങനെ ഇന്നവിടെ പറ്റൂല. നമുക്ക് ഇവിടെ ബഹളം വയ്ക്കാം. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വിളിക്കാം. ഇങ്ങോട്ട് വാ.
ഇവന് ചെവിയും കേട്ടൂടാ കണ്ണും കണ്ടുകൂടാ. കളവൻ ഞാനീ വന്ന് ഇതിന്റെ അടിയിൽ എന്തിനാണ് ഡ്രൈവർ. ഇത് മേലും ഉറക്കമുണ്ട്. അണ്ടർഗ്രൗണ്ടിലൊക്കെ ഈ കിട്ടിയടാ. അണ്ടർഗ്രൗണ്ടിലാണോ അത്? മേലത്തെ അണ്ടറാ വൈറ്റ് കീ എന്ന് പറഞ്ഞില്ലായിരുന്നു മേലില്. അത് അതിൻ്റെ അകത്തായിരിക്കുമല്ലോ അണ്ടർഗ്രൗണ്ട്. അങ്ങനത്തെ ഡയമണ്ടാ എൻ്റെ അകത്ത് കിട്ടി. എന്തിനെങ്കിലൊക്കെ ആവശ്യം വേണം. ഇവിടെ സൗണ്ട് ഇപ്പുറത്തോട്ട് വരുത്താം, എന്നിട്ട് നമുക്ക് മേലോട്ട് പോവാം. അവിടെ ഇനി എന്തിനാണ് എന്താ കിട്ടാൻ പോണത്? ആ ചുണ്ടലി ഇങ്ങോട്ടാണോ പോയത്? പെട്ടെന്ന് ചുണ്ടലിയൊക്കെ വരുന്നതിന് മുമ്പ് കയറണം. അണ്ടർഗ്രൗണ്ട് തുറക്കട്ടെ. അണ്ടർഗ്രൗണ്ടൊന്നും ആയിരിക്കത്തില്ല. ഗണ്ണ് കിട്ടി. സെറ്റ് കിട്ടിയ സാധനം കണ്ട പൊട്ടിക്കാം. ഇതിനെ തലയിൽ ഇത് മറ്റേ ഡാനി 2ന്റെ അകത്ത് ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യുമ്പോൾ പോകുന്ന ആ സാധനം മാതിരിയാ. ഇതിൻ്റെ അകത്ത് അൺലിമിറ്റഡാ. അൺലിമിറ്റഡ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് മാത്രമേ ഉള്ളൂ. രണ്ടും പൊട്ടിച്ച് നമ്മളൊക്കെ പിന്നെ കില്ലാടി ഷൂട്ടേഴ്സ് അല്ലേ. ഞാൻ അവരെ ഇങ്ങോട്ട് നമുക്ക് വിളിക്കാം, എന്നിട്ട് പൊട്ടിക്കാം. വാ. ഒരു പിടിക്ക് 2 പക്ഷിയാവുമോ? രണ്ടുപേരെ 2 മിനിറ്റ് കൊണ്ട് ഇതെന്തിനാ നമ്മളിവിടെ ഇത്രയും കിടന്ന് വെടി വെച്ച് എന്തെങ്കിലും കാണും നോക്കട്ടെ. അതാ മേലെന്തോ ഇരിക്കുന്നു. കൈ പിടിച്ച് നോക്കി ചെയ്യുന്നു. കളക്കളവൻ ഇവരോടെ പോകും. കളക്കളവൻ വരുന്നതിന് മുമ്പ് ഇതെവിടെ വയ്ക്കാനുള്ള ലിവർ തൽക്കാലം നമുക്ക് താഴോട്ടിടാം. താഴോട്ടിട്ടിട്ട് ഇതിൻ്റെ അത് പുറം കാണൂടെ? നോക്കാം. ചില അവിടെ ഇട്ടതേ ഉള്ളല്ലേ. അതിനിപ്പോൾ അവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മളെ ഗണ്ണെടുക്കണം. അല്ല എങ്ങനെ കാലി ചെയ്യാതെ ഇങ്ങോട്ടൊന്നും കയറത്തില്ല. ഗണ്ണെടുക്കാം. ഇത് ആര് വീടായിരിക്കും? ഇതൂടെ ഒരു കറുത്ത സാധനം അവരെ എടുത്തോണ്ട് പോയതാണെന്ന് തോന്നുന്നു. ഗൈസ് ഇത് ആര് വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആരെ വീടാന്ന് നമുക്കറിഞ്ഞൂടെ. ഗ്രാൻഡ് പേടാന്ന് തോന്നുന്നു. ഇത്രയും വലിയ വീട്. ഇതേപോലെ സാധനം ഉണ്ടോ തുറന്നായിരുന്നല്ലേ. നമുക്ക് ഗൈസ് നിങ്ങൾ മറക്കല്ലേ പറയണേ. നമുക്ക് ഇതെടുത്ത് താഴോട്ടിടാം. നമുക്ക് താഴോട്ടിറങ്ങില്ല. കിളവുമ്പോൾ അടിച്ചു കൊല്ലായിരുന്നാണ് നേരത്തെ ഈ സമയത്ത് ഇവിടെ ഇട്ട് അടിച്ചു. നമ്മൾ നേരത്തെ ഇവിടെ ഇട്ട് അടിച്ചു കൊന്നു. താഴെ ആയിരിക്കും കാണുന്നില്ലല്ലേ. ഇതാന്ന് തോന്നുന്നു അണ്ടർഗ്രൗണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തോക്കെന്തോ വേണമെങ്കിൽ സംതിങ് ഹിയർ. ഇത് ഡയമണ്ടിന്റെ ഷേപ്പല്ലേടാ? തന്നെ ഡയമണ്ടിന്റെ ഷേപ്പ് അല്ലെങ്കിൽ തെയ്യും ആയിരിക്കും. ആരെങ്കിലും ഇറങ്ങി വരുമായിരിക്കും. പയ്യ കയറാൻ അവനെങ്ങനെ ഇറങ്ങി വന്നോ. കയറണ്ട പറഞ്ഞില്ലേ. എന്നാ പിടിച്ചോ. എന്തിരി ഓടി നടുക്കേറി കിടക്കുന്നു. എന്നാടാ ചുണ്ടലി എന്നാ പിടിച്ചോ. തള്ളി കളയാന്നാ ജാനി തള്ളച്ച് തള്ളി ഇല്ലല്ലേ. ഇപ്പൊ തൂക്കും. ഇവിടെ വിളിച്ചിരിക്കും. എങ്ങനെ അങ്ങോട്ടല്ലേ പോത്തോളൂ എപ്പോഴും. പിടിക്കല്ലേ. വെപ്പൺ അതിന്റെ ഉണ്ട കിട്ടട്ട് താഴോട്ടോണം. ഇവിടെ സൗണ്ട് ഉണ്ടാകണോ? ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് പിന്നെ കുഴപ്പം കാണത്തില്ല. ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ റൂം ഉണ്ടായിരുന്നു. കണക്കെണി താഴെ കിണിയുണ്ട്. അവിടെ നിന്ന് കയറാൻ മതി.
അല്ലേ നല്ല വരമാല. നമുക്ക് പോവാം. ഇല്ലാത്ത വല്ലതും ഉണ്ടോ? ഇവിടെ നിന്നല്ലേ നമുക്ക് മറ്റേ കിട്ടിയ ഡയമണ്ട് ഇതിനകത്തല്ലേ? ഡയമണ്ട്. ഇനി നമ്മൾ താഴെ കൊണ്ടുപോകണം. നോക്കുമ്പോൾ ഗ്രാജി തോന്നും. കാണിച്ചു തരാം. തോക്കൊന്നും എടുക്കട്ട്. ഇല്ല ആദ്യം ഇതുകൊണ്ട് അത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ കറക്റ്റാ. കറക്റ്റാണ്. എന്തരടി ഇത് വേണ്ട. ഡോറൊക്കെ തുറക്കാൻ പറ്റത്തില്ല. ഡോർ ഈസ് ലോക്ക്ഡ്. ലോക്കഡോ? എല്ലാം ലോക്ക്ഡാ. അതിനിടെ ബേസ്മെന്റ് നമ്മള് ആദ്യം തുറന്നപ്പോ നമുക്ക് എന്തോ കാണിച്ച നമ്മള് അപ്പൊ നമ്മൾ ഓൾഡ് ചെയ്തിട്ടല്ലേ തുറന്ന. ഇവിടെ അതായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ആരടാ കണ്ടില്ലേ കാര്യം ഇവന്നൊന്നും പോത്തില്ല മിക്കവാറും. 2000 years later. ഇത്ര നേരമായിട്ടും അവയൊന്നും പോയില്ല. ചുണ്ടലിയുടെ കാര്യം ഇനിയിപ്പോൾ ഒറ്റ മൈൻഡ്. പയ്യെ 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 തിരിഞ്ഞ് നോക്കരുത്. ഒറ്റ ഓട്ടവും കൂടാതെ നടക്കും. തിരിഞ്ഞ് നോക്കല്ലേ. പിടിക്കില്ല. ഗ്രാൻഡ് ബിരിയാണി എന്ന് പറഞ്ഞ വരില്ലേ? അമ്മയെ മാറി. ഓൾഡ് ചെയ്തിട്ട് തുറക്കണ്ടേ ഇനി? തുറക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടോ? നേരത്തില്ലേ വെള്ള സാധനം വെള്ള കൊണ്ടുവച്ചിരുന്നു. ലിവർ എടുക്കാം. എന്നിട്ടൊരു ബുദ്ധിയുണ്ട്. ഇവിടെ കൊണ്ടിടുമ്പോ എല്ലാരും ഇങ്ങോട്ട് വരത്തില്ല. അപ്പം അങ്ങോട്ടൊക്കെ പോകുന്ന അവൻ താഴെ മിക്കവാറും താഴെ കിടക്കത്തേ ഉള്ളൂ. ഗ്ലിച്ച് അടിച്ച് കിടക്കുന്നു തോന്നുന്നു. നമ്മളെ കാണാൻ മാത്രം ഓടി വരുന്നവൻ. നമ്മള് കുറച്ച് ഇത് ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞ 1 മണിക്കൂറൊക്കെ നിന്നു അവിടെ കുറേ സമയം നിന്നു. ആ ചുണ്ടലി നമ്മള് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാ. ഗ്രാനി വന്നു എവിടേക്കും കാണത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചുണ്ടലി ഞാൻ താഴോട്ട് പോലെ തിരിച്ചു കളവനും വന്നു. ഇങ്ങോട്ടോ തിരിഞ്ഞു ഓടിക്കോ. ഇങ്ങോട്ടതല്ലെന്ന് തോന്നുന്നു. തന്നെ ഇനി ചൂട് ഓടോടോടോ കുടി. നമുക്ക് ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. വരയുന്നത് ഇനി നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇനി എവിടെയാണോ എന്തോ ബാത്റൂം. ബാത്റൂം ആയിരിക്കുന്നു. അതിനകത്തൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു. ബാത്റൂം എന്തായിരിക്കുന്നു? ഇതെന്തോ ഒരു വഴി. പുറം ഞാൻ പറഞ്ഞില്ലേ കാണാതിരിക്കത്തില്ല. ഇതൊരു വലിയ വീട്. പുറം തുറക്കുവാണെങ്കിൽ എന്തെങ്കിലും കളി ഇവിടെ കാണത്തില്ലേ? ഇതൊരു വലിയ വീടുവാ. മരങ്ങളൊക്കെ സൈഡ് ഫുള്ള് എറുത്താന്ന് തോന്നുന്നു. ചാടാതിരിക്കും. വലിയ വീട് നോക്കിക്കോ. ആണെന്തോടെ ഒരു ഏണി. ഇവിടെ പുകയൊക്കെ വരുന്നു. അവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. ജാളാണോ? എന്തിനാ അത്? ഹാമർ വേണമെന്ന്. ഹാമർ മേലോട്ട് കയറാൻ പറ്റുമോ? മറ്റേ ഗ്രാനി 3 കണക്ക്. കൊള്ളാടാ. നല്ല സ്ഥലം. വൈബൊക്കെ കാടൊക്കെ സൈഡിൽ. എന്ത് തീ ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് പോകാനൊക്കെ ഇവിടെ ചാടി ചാവും തോന്നിട്ട്. മര്യാദ റിസ്ക് എടുക്കുന്ന എന്തിനാ? ഏണി വരികയെന്ന് ഇറങ്ങി പോര്. എന്തൊരു ചുമന്ന് നോക്കട്ടെ. അതിൻ്റെ ലിവർ വേണം. കടയുടെ അതുപോലെ ഷട്ടർ. ഇതിന് വലിയ വീട്. ചെന്നാലും ആരും ഇവിടെ ഗ്രാൻഡ് പേരൻ്റെ ആയിരിക്കും.
കുറെ കറങ്ങുണ്ടല്ലേ കിട്ടിയ ഒരു ഇവിടെ ആരും കാണാതിരുന്ന മതിയായിരുന്നു. അതാ അകത്തോട്ട് കയറാൻ ആരും കാണില്ല കാണാതെ. എല്ലാരും ഇപ്പം തുളച്ചി അപ്പം നെസ്പിറാറ്റവും വന്നു കാണുമല്ലോ. ഓൾഡി എടുത്തോണ്ട് പോയാലോ. ഞാനിവിടെ കാര്യം ഇപ്പം എന്ത് ചെയ്യും? എന്തായാലും ഇതില് ഇങ്ങോട്ടൊന്നും വരത്തില്ല. നമുക്ക് നോക്കാം. ഓടാ വരുന്നു ചുടലി നമുക്ക് വിട്ട് വട്ടം കറക്കാം. എന്നിട്ട് നമുക്ക് താഴോട്ട് പോവാം. അതേ അടി കേറാൻ പറ്റൂലല്ലേ. നമുക്ക് വിട്ടിട്ട് വട്ടം കറക്കാം. ചുണ്ടലിയുടെ കാര്യം പോണ നോക്കിയവേ കോട്ട് വിട്ടു അവിടെ ചെന്ന് മറന്നു. മറവി കൂടുതലേ അതിൻ്റെ അരണേ ഇതടി ഗ്രാനി എല്ലാം കാണാതിരുന്നു. ഗ്രാനി അവിടെ ഇരിക്കില്ലേ? ഗ്രാൻഡ് പേരില്ല, എല്ലാരും ഇല്ല. ഇതിൻ്റെ അകത്ത് എന്തുവാണോ എന്തോ എനിക്ക് തുറക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞില്ല. അതാ ഇതിട്ട് തുറക്കാൻ പറ്റുമോ? ഡോറീസ് ലോക്കിട. അപ്പൊ ഇതും പറ്റൂല. പറ്റൂടാ. സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. കോസ്മിക് ഗണ്ണ് ഇത് നമ്മളെ ഗ്രാനി 2ന്റെ ഫോട്ടോ അല്ലേ കൂട്ടിയിട്ട് ഹെലികോപ്റ്റർ സ്കീം. ഇത് എഴുതിച്ച് നോക്കിയല്ലേ. ഇനി ഉണ്ട എവിടുന്ന് എടുക്കും നമ്മള്? ചിലപ്പോ മറ്റേന്നുണ്ടായിരിക്കും. അല്ലടാ ഇത് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. മസൂറായിട്ടോടെ ആയിരുന്നു ചെയ്യുന്നത്. ഇന്ത്യടാ തോടക്കുന്നു എന്തിരി കാണിക്കുന്നതാണ് കാണുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിനെ കൂടെ പൂശമുണ്ട്. വാ 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 എന്തോന്നു വെട്ടിയിട്ട വാഴത്തണ്ടി പോലെ കിടക്കുന്ന കിടപ്പുണ്ട. ഇച്ചുമിട്ടായി കിളവേന്തി ചെവി വെക്കാതെ ഇവിടെ ഇവിടെ വിളിക്കാം. ആ കിളവങ്ങനെ ഇപ്പൊ ഗ്രാനിയും മറ്റേ യൂഫ്രാറ്റവും വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കിളവനെ കാത്ത് കുറച്ച് നേരം ഇവിടെ നിന്നുകൊണ്ടാണ് ആശ. കിളവനെ നോക്കി നിന്നോണ്ട് പരിചയം കിട്ടിയില്ലേ? ഒന്നോട് വിട്ടെ. ഒരുതരം കൊണ്ടല്ലോ ചുണ്ടലി. ഇതൊന്നും കാര്യം കിടക്കുന്നു. കാലൊന്നും പിടിക്കണ്ട, ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചുണ്ടലിനെ കണക്കുന്ന 3 ശവം വന്നു. അടുത്തോട്ട് നോക്കിയോളം തോന്നുന്നു. അത് തീർന്നാലേ നമുക്ക് ഇങ്ങോട്ട് ഇത് ഉണ്ട കിട്ടത്തോളം തോന്നുന്നു. ഇടയ്ക്ക് നിൽക്കുന്ന 3 പേരെ അവിടെ വെട്ടിയിട്ട് കിടത്തിയിട്ടുണ്ടല്ലോ. അവിടെ ഒരു വാഴക്കൃഷിയായിരുന്നു. കാറ്റടിച്ച് വീണ്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ കാണിച്ചില്ലായിരുന്ന? ഇതുവരെ ഷൂട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ ഷോട്ട് ഗൺ അടിച്ച് എനിക്ക് മച്ചിട്ടങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലേ. അതാ അല്ല അപ്പോഴത്തെ ഈ ഗ്രാൻഡ് പോലെ വന്നാല് മറ്റേട്ട് പറ്റുമായിരിക്കും. ഇത് മറ്റേ താഴെ തുറക്കാനുള്ളതല്ലേ? തുറന്നിട്ട് വരാം. ബേസ്മെന്റിൽ ഇനി എന്തൊക്കെ എസ്കേപ്പ് ഉണ്ടാകുന്നു. ഇനി ആളല്ല കീം വേണോ എന്തോ അല്ലേ? അല്ല തുറന്നു. അതെന്തുവാ എസ്കേപ്പ് ആകാൻ പോകണോ? നോക്കി ഇല്ല. ഒന്നുകൊണ്ട് ഞെക്ക് ചിലപ്പോൾ തുറന്നു പോയാലോ. കണ്ടായിരുന്നു. പോ പെട്ടെന്നാവട്ടെ. നമ്മളെ കണ്ട് പേടിച്ചോടിയാന്ന് തോന്നുന്നു. ആ ജസ്റ്റ് ഇത് തീഞ്ഞു നോക്കില്ലേ. ഓടിയോ ക്ലോമ്പി
നമുക്ക് നമ്മൾ ഹാൻഡിലിടുക. ഇതിലെന്തി ആദ്യം കിളവനൊന്ന് കൊടുത്തിട്ട് പോയാലല്ലേ ഐശ്വര്യം കിട്ടത്തുള്ളങ്ങ്. എന്താ ഇയാൾ അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരുന്നു. എല്ലാവർക്കും നല്ല കാലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വരുന്നു തുണ്ടലി വന്നു. ചെണ്ടലി ഇങ്ങോട്ട് ചുണ്ടലിയുടെ കാര്യം നമുക്ക് മറ്റേ ഗണ്ണെടുത്തോണ്ട് വരാം. നമുക്ക് എല്ലാവരും പൂച്ചിട്ട് പോവാം കേട്ടാ. അവനെയങ്ങ് പൂച്ച. ഗ്രാൻഡ് പേനെ നമ്മൾ കൊന്നില്ലായിരുന്നോ? നീ ഇവനെയും കൊല്ലാം. വെച്ചേ തളച്ച് തളച്ച് കയറി കയറ്റിയ. അയ്യോ മാറി പെടലി ഒടിഞ്ഞു. ഇരിക്കും നോക്കിയവര് 3 നേരം വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് നോക്കാം. സ്വസ്ഥമായിട്ട് വെച്ച എസ്കേപ്പ് പോകുമെന്നാണ് തോന്നുന്നത്. ഇത്രയും വലിയ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വെച്ചാൽ എസ്കേപ്പ് ആവും. എനിക്കൊന്നുമില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ പോയി വെച്ച് നോക്കാം. ആരെയും ശല്യം എസ്കേപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു എസ്കേപ്പും കൂടെ ഉണ്ട്. വെച്ച് കണ്ടാൻ പറഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യണം? ഫൈനലി എസ്കേപ്പ് ആയി ഗൈസ്. നമ്മുടെ ഗ്രാനിയുടെ വീട്ടിൽ ഗൈസ്. ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഗ്രാനിയുടെ കാർ എസ്കേപ്പാണ് നമ്മൾ നമ്മുടെ ഫോർത്ത് റിബില്ലിനില്ലേ. അതും ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്തതിന് സന്തോഷമുണ്ട്. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.